കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെ ഇരുന്ന സുപ്രിയയുടെ ഫോട്ടോ എവിടെ? അത് പിന്നെ ജ്യോതി ഇതെടുത്ത് സൂക്ഷിച്ച് എവിടെയോ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. ഡിക്ക് അത് കുറച്ചു മുമ്പ് താഴെ വീണ് പൊട്ടിയെന്ന് തോന്നുന്നു. അന്നേരം ജ്യോതി ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചോ അല്ലേ മായച്ചി? എന്തിനാ ചിത്ര വെറുതെ കള്ളം പറയുന്നേ? ഇല്ലറെ, അത് താഴെ വീണ് പൊട്ടിയതൊന്നുമല്ല, ഞാൻ തന്നെ എടുത്തു മാറ്റിയതാ. എടുത്തു മാറ്റിയെന്നോ? എന്തിന്? അതൊക്കെ പറയാം, വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഹിറ്റ്ലറിന് കുടിക്കാൻ എന്താ വേണ്ടേ? ചായ എടുക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ എന്തിനാ ചായ? ഹിറ്റ്ലർ പോയി കുളിച്ച് റെഡിയായി വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഞാൻ അതല്ല ചോദിച്ചത്, ഭിത്തിയിലിരുന്ന ഫോട്ടോ എവിടെയെന്നാ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനതെടുത്ത് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഇവർക്കാർക്കും ഒരു പങ്കുമില്ല. അതിനെയും ഇവിടെ ഇരിക്കണ്ടെന്ന് എനിക്ക് തോന്നി. എന്തേ, ഞാനങ്ങനെ തീരുമാനിച്ചാൽ തെറ്റുണ്ടോ? പിന്നെ ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എണ്ണയിലിട്ട് പൊരിക്കുന്നത് കാണാനാ ഇവര് 3 പേരും കൂടി ഇവിടെ നിൽക്കുന്നേ. അമ്മയാണെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് പേടിച്ച് നേരത്തെ തന്നെ മുറിയിൽ കയറി വാതിലടച്ചു. പക്ഷേ ഇതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയാം. കാരണം ആ ഫോട്ടോ ഇനിയും അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് ഹിറ്റ്ലറിനും അറിയാം. ശരിയല്ലേ? എന്റെ ഹിറ്റ്ലറെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്ല്, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. അതെടുത്ത് മാറ്റുന്നത് DKക്ക് ഇഷ്ടപ്പെടില്ലെന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാ. ജ്യോതി കേട്ടില്ല. വാശി തീർക്കും പോലെയാ ജ്യോതി അതെടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടിട്ടത്. ഇത്രയ്ക്ക് ധിക്കാരം കാണിക്കാൻ ജ്യോതിക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതെടുത്ത് മാറ്റരുതെന്ന് പറഞ്ഞതിന് ഞങ്ങളെ തല്ലില്ലെന്നേ ഉള്ളൂ. DKയുടെ ഭാര്യയ്ക്ക് അതെടുത്ത് കളയാനുള്ള അധികാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ ജ്യോതി ഈ അഹങ്കാരമൊക്കെ കാണിച്ചത്. സുപ്രിയാന്റിയുടെ ഓർമ്മകളൊന്നും ഇനി DKയുടെ ലൈഫിൽ വേണ്ടാന്നാ ജ്യോതിയുടെ തീരുമാനം. നിങ്ങൾ ഈ വീട് യുദ്ധക്കളാക്കി അടങ്ങുള്ളൂ മായച്ചി. കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവട്ടടി. DK ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ, ഇപ്പൊ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും. എന്താ ഇത് ഹിറ്റ്ലറെ? പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നേ. ചെല്ലു പോയി കുളിച്ചിട്ട് വാ. വേണ്ട വേണ്ട, ഒന്നും പറയാൻ നിക്കണ്ട. ചോദ്യം പറച്ചിലൊക്കെ പിന്നീടാവാം. ഇപ്പോ നമുക്ക് ആഹാരം കഴിക്കുന്ന കാര്യം. ആദ്യം പോയി കുളിച്ചിട്ട് വന്നേ. ചെല്ല. പോയി ഫ്രഷ് അപ്പ് ആയിട്ട് വാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേഗം വാ, പോയിട്ട് ചെല്ല്. ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ ഹിറ്റ്ലറെ. പോയിട്ട് വരാൻ പറഞ്ഞാ പോയിട്ട് വരണം. ഇവിടെ ഒരുപാട് നേരം കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലേ.
ചെല്ലു ചെല്ലു ചെല്ലു, പോയിട്ട് വാ, നല്ല കുട്ടിയായിട്ട് പോയി ഫ്രഷ് അപ്പ് ആയിട്ട് വാ. ചെല്ലു 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 ചെല്ല്. എന്താ? ഓ, ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നതാ രണ്ടുപേരും. ഒരു വലിയ ഭൂകമ്പം വരാൻ പോകുന്നതിന് മുൻപുള്ള ഒരു ശാന്തത മാത്രമായിട്ടാ എനിക്കിത് തോന്നുന്നത്. മരുമക്കളെ, തലയ്ക്ക് മീതെ വെള്ളം വന്നാ അതിനു മീതെ തോണി. അതാണ് പ്രമാണം. ഹിറ്റ്ലറിനെ മെരുക്കി നിർത്താനുള്ള വഴിയൊക്കെ ഇപ്പൊ എനിക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവാൻ പോകുന്നില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. അതിനെയും ഇവിടെ ഇരിക്കണ്ടെന്ന് എനിക്ക് തോന്നി. എന്തേ, ഞാനങ്ങനെ തീരുമാനിച്ചാൽ തെറ്റുണ്ടോ? ഒരു പൊട്ടിത്തെറി ഉറപ്പാ. പക്ഷേ എന്ത് ഭൂകമ്പം ഉണ്ടായാലും അത് നേരിട്ടേ പറ്റൂ. സുപ്രിയയുടെ ചിത്രം എടുത്തു മാറ്റിയത് ഹിറ്റ്ലർക്ക് ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഹിറ്റ്ലർ പൊട്ടിത്തെറിക്കും, അത് ഉറപ്പാ. ഹിറ്റ്ലറെ, എന്താ ഹിറ്റ്ലർ ഇത്? വന്നിട്ട് ഇത്രയും നേരമായിട്ടും ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ലല്ലോ. ചെല്ല്, വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ബേക്കറി കയറി ആ ചിത്രം എടുത്ത് മാറ്റിയത്? അത് അവിടെ ഇരുന്നുകൊണ്ട് നിനക്കെന്താ കുഴപ്പം? ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കരുത്. ഇത്രയും നാൾ ആ ചിത്രം അവിടെ ഇരുന്നിട്ടും ആർക്കും അതെടുത്ത് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ നീ മനഃപൂർവ്വം അതെടുത്ത് മാറ്റിയിരിക്കുന്നു. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ പൊന്നു ഹിറ്റ്ലറെ, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ടെൻഷൻ അടിച്ചത്? അതിനാണോ ഈ ബിൽഡപ്പ് ഒക്കെ? ഇത് ചോദിച്ച് എന്നെ പേടിപ്പിക്കാനാണോ വാതിലടച്ചത്? അത് ശരി. അപ്പൊ അത്രയ്ക്ക് നിസ്സാരമായിട്ടാണോ നീ ഇതിനെ കാണുന്നേ? നിന്നോട് ആര് പറഞ്ഞു അത് അവിടെ നിന്നെടുത്ത് മാറ്റാൻ? ഹിറ്റ്ലറെ, ഞാൻ നിങ്ങളുടെ ആരാ? എന്തേ, ഒന്നും പറയാനില്ലേ? അതാണോ ഞാൻ ചോദിച്ചത്? ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയും. മറുപടിയൊക്കെ പറയാം. ആദ്യം ഇത് പറ, ഞാൻ നിങ്ങളുടെ ആരാ? ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലേ? ഈ വീട്ടിൽ നിങ്ങളുടെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കേണ്ടത് ഞാനല്ലേ? ഞാൻ തന്നെയാ ആ ചിത്രം അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്. അതിന് കാരണമുണ്ട്. എന്ത് കാരണം? ആ ചിത്രം അവിടെ ഇരിക്കുന്നത് എനിക്ക് അസ്വസ്ഥതയാ. അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്. നിനക്ക് എന്തിനാ അസ്വസ്ഥത? ഹിറ്റ്ലറെ, ഏത് നിമിഷവും ആ ഭിത്തിയിലിരിക്കുന്ന ചിത്രം നോക്കിയാ ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കേണ്ടത്. എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. അതുമാത്രമല്ല, ഡികെയുടെ മനസ്സിൽ ഇനിയും സുപ്രിയയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഉണ്ടാവാൻ പാടില്ല. ഹിറ്റ്ലറെ, സുപ്രിയയുടെ ഓർമ്മകൾ പോലും എന്നെ സ്നേഹിക്കുന്നതിന് തടസ്സമാവരുതെന്നല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെന്നാ ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ടാ ഞാൻ ആ ചിത്രം എടുത്ത് മാറ്റിയത്. നിന്നോടുള്ള എന്റെ സ്നേഹം ആത്മാർത്ഥത നിറഞ്ഞത് തന്നെയാണ്. പക്ഷേ സുപ്രിയയുടെ ചിത്രം അവിടെ ഇരിക്കുന്നത് നിന്നെ അസ്വസ്ഥയാക്കുന്നത് എങ്ങനെയാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്.
ഹിറ്റ്ലറെ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്തത് തെറ്റായിരിക്കും. പക്ഷെ ഇപ്പോഴും അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു നോട്ടം കൊണ്ടുപോലും നിങ്ങളുടെ സ്നേഹം മറ്റൊരാളിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ എന്തിനാ ആ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത്? മരിച്ചുപോയ സുപ്രിയയുടെ ബോഡിയെങ്കിലും ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ മരിച്ചോ എന്ന് ഉറപ്പില്ലാത്ത ഒരാളുടെ ഫോട്ടോ വെച്ചിങ്ങനെ പൂജിക്കുന്നത്? എന്തിനാ? നീ എന്തൊക്കെയാ പറയുന്നത്? സുപ്രിയ മരിച്ചു എന്ന് ഹിറ്റ്ലറിന് അത്ര ഉറപ്പാണോ? അതെ, എനിക്ക് ഉറപ്പാണ്. സുപ്രിയ മരിച്ചു. മരിച്ചുപോയ ഒരാളുടെ ചിത്രം ഈ വീട്ടിൽ വെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. ജീവിച്ചിരുന്നപ്പോൾ അവള് തന്ന സ്നേഹത്തിന് പകരം കൊടുക്കുന്ന നന്ദി അത്രമാത്രം ആലോചിച്ചാൽ മതി. എന്റെ പൊന്നി ഹിറ്റ്ലറെ, മരിച്ചുപോയവരോ മരിച്ചു, ജീവിച്ചിരിക്കുന്നവർക്കൊരു സമാധാനം വേണ്ടേ? അതവിടെ ഇരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്റെ സമാധാനമോ? നേരത്തെ ഒന്നും എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ ആ ചിത്രം അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നാം. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. നിങ്ങളുടെ സ്നേഹം എനിക്ക് മാത്രമായിട്ട് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഹിറ്റ്ലറെ? ജീവിച്ചിരുന്നപ്പോ നിങ്ങൾ സുപ്രിയയെ സ്നേഹിച്ചു. അവളുടെ സ്നേഹം ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതിന് ഇരട്ടിയായി സ്നേഹം നിങ്ങൾ അവൾക്ക് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങളുടെ സ്നേഹത്തിനുള്ള അവകാശി ഞാൻ മാത്രം. ഒരേ ഒരു അവകാശി. പ്ലീസ് ഹിറ്റ്ലറെ, എന്നോട് വഴക്കിടല്ലേ. ആ ചിത്രം അതവിടെ വേണ്ട. അതെടുത്തു മാറ്റിയതിന്റെ പേരിൽ ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യരുത്. നിങ്ങളോട് ആലോചിക്കാതെയും ചോദിക്കാതെയും ഞാനത് എടുത്തു മാറ്റിയത് തെറ്റാ. പക്ഷേ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതിനൊരിക്കലും സമ്മതിക്കില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ അതിനെ എടുത്തു മാറ്റിയേ. അതിന്റെ പേരിൽ എന്ത് ശിക്ഷ എനിക്ക് തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഇറങ്ങിപ്പോടി ഹിറ്റ്ലറെ. ഞാൻ ഹിറ്റ്ലറെ, ഞാനിന്ന് പറഞ്ഞോട്ടെ ഹിറ്റ്ലറെ. ഹിറ്റ്ലറെ വാതിൽ തുറക്ക്. ഹിറ്റ്ലറെ, ഹിറ്റ്ലറെ വാതിൽ തുറക്കാൻ. ഹിറ്റ്ലറെ, കുശിനിക്കാരൊന്ന് വാതിൽ തുറക്ക്. ആ ചിത്രം അവിടെ ഇരിക്കുന്നത് എനിക്ക് അസ്വസ്ഥതയാണ്. അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് എടുത്തു മാറ്റിയത്. ഡികെയുടെ മനസ്സിൽ ഇനി സുപ്രിയയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഉണ്ടാവാൻ പാടില്ല. എന്തു പറ്റി? ഡികെ ഇറക്കി വിട്ടു അല്ലേ? അതെ, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. എത്ര കാലം കൊണ്ട് ആ ഫോട്ടോ അവിടെ ഇരിക്കുന്നത്? ആർക്കെങ്കിലും അതൊന്നും എടുത്തു കളയാൻ തോന്നിയോ? ഇപ്പൊ നീ അത് എടുത്തു കളഞ്ഞു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് ഡികെക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നിനക്ക് അറിയാൻ മേലായിരുന്നോ? യഥാർത്ഥത്തിൽ ഇതിനെയാ കോശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസൂയ. ഡികെയുടെ പഴയ ഭാര്യയുടെ ചിത്രം അവിടെ ഇരിക്കുന്നതിലുള്ള അസൂയ. അതിനെടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ട് തള്ളി. ഇപ്പൊ കിട്ടിയല്ലോ. ഒരു കാര്യം ചെയ്യും, അതെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് അടവയ്ക്ക്. എന്നിട്ട് ഡികെയോട് ചെന്ന് പറ. മതി നിന്റെ പരിഹാസം. ഞാൻ ആ ഫോട്ടോ എടുത്ത് മാറ്റിയത് മനഃപൂർവ്വം തന്നെ. അതെടുത്തു മാറ്റാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതുവാ. അതെന്തിനാന്നറിയോ നിനക്ക്? എന്തിന്?
പഴയ ഭാര്യയെ DK ഇനി ഓർക്കണ്ട. എന്ന് പറഞ്ഞാ എങ്ങനെയാ? DKക്ക് ഓർക്കാൻ ജ്യോതിയുടെ സമ്മതം വേണോ? വേണം. എന്റെ സമ്മതം വേണം. ഞാനാ ഇപ്പൊ ഹിറ്റ്ലറിന്റെ ഭാര്യ. ഞാൻ പറയുന്നതനുസരിച്ച് ഇനി DK ജീവിച്ചാ മതി. അത് കൊള്ളാം. DK ചട്ടം പഠിപ്പിക്കാൻ നീ ആരാ? അതിന് നിനക്ക് എന്താ അധികാരം? ദാ, എന്റെ കഴുത്തിൽ ഹിറ്റ്ലർ കെട്ടിയ ഈ താലി തന്നെ അതിനുള്ള അധികാരം. ഇതുവരെ ഞാൻ അതിന്റെ അധികാരം പ്രയോഗിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇനി ഞാനത് പ്രയോഗിക്കാൻ പോവാ. ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമില്ലാത്തതൊന്നും ഇനി നടക്കാൻ പാടില്ല. അത് ഞാൻ അനുവദിക്കുകയില്ല. സബാഷ്, ഇപ്പോഴാ നീ ഹിറ്റ്ലറുടെ വൈഫായത്. അമ്മ ഇവളെ സപ്പോർട്ട് ചെയ്യാണോ? പിന്നല്ലാതെ. ആദ്യം ഇവള് ചെയ്തത് തെറ്റാണെന്നാ എനിക്കും തോന്നിയത്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവള് ചെയ്തതാ ശരിയെന്ന്. എന്റെ മോന്റെ ഇവളുടെ ഇടയിൽ മരിച്ചുപോയ പഴയ ഭാര്യയുടെ ഫോട്ടോ ഇനി വേണ്ട. അതിന്റെ പേരിൽ നിങ്ങൾ ആരും ഇനി അവളെ കളിയാക്കുകയും വേണ്ട. ഞാനേ ഇവളുടെ കൂടെ. അതല്ലേലോ അമ്മ എപ്പോഴും ജ്യോതിയുടെ കൂടെ തന്നെയാണല്ലോ. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ എടുത്ത തീരുമാനം ഉറച്ചത് തന്നെയാ. എന്റെ ഭർത്താവിന്റെ അവകാശി ഞാനാ. മറ്റാർക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അവകാശവും ഇല്ല. അങ്ങനെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കയില്ല. അമ്മ കേട്ടില്ല അവള് പറഞ്ഞിട്ട് പോയത്? നമുക്ക് ആർക്കും DKയുടെ ജീവിതത്തിൽ ഒരവകാശം ഇല്ലെന്നല്ലേ അവള് പറഞ്ഞിട്ട് പോയതിനർത്ഥം? അങ്ങനെയാണ് അവള് പറഞ്ഞിട്ട് പോയത്. പിന്നല്ലാതെ. മോളെ താരേ, പുര കത്തുമ്പോഴേ വാഴ വെട്ടല്ലേ നീ? അവൾ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിട്ട് പോയത്. സ്വന്തം ഹസ്ബൻഡിന്റെ ലൈഫിൽ മരിച്ചുപോയ ഓൾഡ് വൈഫിന് ഒരു സ്ഥാനവും ഇല്ലാന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതാ സത്യവും. മരിച്ചവര് മരിച്ചു. അവരുടെ ഓർമ്മകളും മണ്ണടിഞ്ഞു പോയി. ഇനി ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനം കെടുത്താൻ ഇവിടെ ഒരു ഫോട്ടോയുടെ ആവശ്യമില്ല. അവള് പറഞ്ഞത് ട്രൂത്താ. അതിന്റെ പേരിൽ ഇനി ആരും അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഫൂൾ. അത് ശരി. ഇപ്പൊ നമ്മളായി കുറ്റക്കാര്. ഇതാ പറയുന്നത് വെളുക്കാൻ തെച്ചത് പാണ്ടായിന്ന്. അമ്മ പോലും അവൾക്ക് അനുകൂല. എന്നാലും DK അവൾ ഇങ്ങനെ മയക്കുന്ന മനസ്സിലാവാത്ത. അടുക്കളയിന്ന് DK ജ്യോതി പറഞ്ഞു വിട്ടപ്പോ പഞ്ചപുച്ച അടക്കിയല്ലേ DK മുകളിലേക്ക് കയറിപ്പോയത്. ഒരക്ഷരം ജ്യോതിയോട് മിണ്ടിയോ? ജ്യോതിക്ക് ഇപ്പൊ DK നന്നായി ഹാൻഡിൽ ചെയ്യാൻ അറിയും. അതിനർത്ഥം അവര് തമ്മിൽ വീണ്ടും ഒന്നായിന്ന് തന്നെയാ. എന്ന് പറഞ്ഞ അത് തന്നെ. ജ്യോതി, ഞാനൊരു കാര്യം പറഞ്ഞാ നീ എതിര് പറയരുത്. നീ ആദ്യം കാര്യം പറയും. എതിര് പറയണോ വേണ്ടോ എന്നൊക്കെ ഞാൻ പിന്നീട് തീരുമാനിക്കാം. ഒരു വലിയ കലഹം ഈ വീട്ടിലുണ്ടാവാൻ ഇതൊരു കാരണമാവരുത്. ആ ചിത്രം എടുത്തു മാറ്റിയത് DKക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതെ, DKക്ക് മാത്രമല്ല ഇവിടെയുള്ള ആർക്കും അത് ഇഷ്ടപ്പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനത് എടുത്തു മാറ്റാൻ തീരുമാനിച്ചത്. നീ പേടിക്കണ്ട. ഇവിടെ ആരും ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ ഭർത്താവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുമുണ്ട്. ഇവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുന്ന സ്വപ്നം കണ്ടിരിക്കുന്നവരൊക്കെ നിരാശപ്പെടുത്തേ ഉള്ളൂ. നമുക്ക് ആ ചിത്രം തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചാലോ? എന്തിന്? ദേ, ഒരൊറ്റ വീക്ക് വെച്ചെന്നാണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന നിന്റെ ചിത്രം ഇനി ആ ഭിത്തിയിൽ മാലയിട്ട് തൂങ്ങണം. ഇത്രയും കാലം തൂക്കിയത് പോരെ? അത് കാണുമ്പോ നിന്റെ ചങ്കിടിക്കുന്നത് അവർക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. കുറച്ചു ദിവസങ്ങളായി ഞാനത് എടുത്തു മാറ്റണമെന്ന് വിചാരിച്ചിട്ട്. ഇന്നത് ഞാൻ നടപ്പിലാക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മഹാപ്രളയവും ഈ വീട്ടിലുണ്ടാവാൻ പോകുന്നൊന്നുമില്ല. DK ഇപ്പൊ നിശബ്ദമായിട്ടിരിക്കുന്നെങ്കിലും എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും. അതെനിക്ക് ഉറപ്പാ. അതിനിമ്മിണി പുളിക്കും.
പഴയ ജ്യോതി അല്ല ഇത്. ആ ഹിറ്റ്ലറിന്റെ ശ്വാസത്തിന്റെ ഓരോ ചലനം പോലും എന്തിനുള്ളതായിരിക്കും എന്നിപ്പോ എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ചെയ്തത് ശരിയാണെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഹിറ്റ്ലറിനത് മനസ്സിലാവും. നിനക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ടോ? നിനക്ക് DKയോടുള്ള സ്നേഹം കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അല്ല, എന്റെ ആത്മവിശ്വാസത്തിന്റെ ബലം എനിക്ക് ഹിറ്റ്ലറിനോടുള്ള സ്നേഹത്തിന്റെ ആഴമല്ല. പിന്നെന്താ? ഈ ബേക്കറിക്കാരിയോട് ആ കുശിനിക്കാരനുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാ. അതിന്റെ സത്യം അറിഞ്ഞവളാ ഞാൻ. സത്യം പറഞ്ഞ എനിക്കിപ്പോ ചെറിയ അസൂയൊക്കെ തോന്നുന്നുണ്ട്. ചെറുതല്ല, വലിയ അസൂയ തന്നെ കാണും. എനിക്കറിയാം. കൺമുമ്പിൽ നീ കാണുന്നത് കൈവിട്ടുപോയ നിന്റെ സൗഭാഗ്യങ്ങൾ മറ്റൊരുത്തി അനുഭവിക്കുന്നതല്ലേ? അപ്പൊ ശരിക്കും അസൂയ കാണും.